ഫ്ലെയിം സ്റ്റേജസിലെ പാർട്ട് 3 വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേജ് ബിഫോർ ഇന്നർ യൂണിയൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഫേസ് ഓഫ് എനർജൈസർ ഡൈനാമിക്സ് എൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. സെക്കൻഡ് ഫേസ് ഓഫ് എനർജൈസർ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു ഫേസിലാണ്. ഫസ്റ്റ് ഫേസ് ഓഫ് സെപ്പറേഷനിൽ ഡിവൈൻ ഫെമിനൈൻസ് ഡിവൈൻ മാസ്കുലിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള കൺട്രോൾ എടുക്കാറുണ്ട്. വർഷങ്ങളോളം നീണ്ട് ഈ ഒരു കൺട്രോൾ എടുക്കുന്ന സമയത്ത് യാതൊരു ചേഞ്ചും ഡിവൈൻ മാസ്കുലിനിൽ കാണാത്ത ഡിവൈൻ ഫെമിനൈൻസ് തൻ്റെ ജേണിയിൽ നിന്ന് വിഡ്രോ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരികയാണ് ഈ ഒരു ഫേസിൽ ചെയ്യുന്നത്. അതായത് ഇനി തൻ്റെ ഡിവൈൻ മാസ്കുലിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്ന തരത്തിലേക്ക് ഡിവൈൻ ഫെമിനൈൻസിൻ്റെ തോട്ട് പോകും. ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ തക്കവണ്ണം ഡിവൈനാണെങ്കിൽ ട്രിഗേഴ്സും എക്സ്റ്റേണൽ ഇവൻറ്റ്സും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. അതായത് ആ ഒരു ഡിസിഷൻ ഇനി തൻ്റെ ഡിവൈൻ മാസ്കുലിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല താൻ തൻ്റെ പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിൽ ശ്രദ്ധിക്കണം എന്നും ഉള്ളൊരു ചിന്ത വരുന്ന ഒരു ഫേസാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എന്നെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുവരണം എന്നൊരു ചിന്തയായിരിക്കും ഡിവൈൻ ഫെമിനൈൻസിന് ഉണ്ടായിരിക്കുക. അതിന് ഉള്ള ഒരു മാർഗം ഡിവൈൻ ഫെമിനൈൻസിന് ഇന്നർ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ തൻ്റെ ട്രൂത്തിനെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഫേസിൽ ഡിവൈൻ ഫെമിനൈൻസ് തന്നെ ചൂസ് ചെയ്യാൻ തുടങ്ങുകയും ഡിവൈൻ മാസ്കുലിൻ്റെ പുറകെ ചേസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. തികച്ചും തൻ്റെ പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിന് 100% കമ്മിറ്റ്മെൻറ്റോടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് ഇന്നർ വർക്കിനെ വളരെ ഡീപ്പസ്റ്റ് ലെവലിൽ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഇത്. തൻ്റെ ജീവനേക്കാളേറെ മറ്റെന്തിനേക്കാളേറെ സ്നേഹിച്ചിരുന്ന ഡിവൈൻ മാസ്കുലിനെ വേണ്ട എന്ന് വെച്ച് തന്നെ ചൂസ് ചെയ്യുന്ന, തൻ്റെ ട്രൂത്തിനെ ചൂസ് ചെയ്യാൻ വേണ്ടി ഡിവൈൻ ഫെമിനൈൻസ് പലപ്പോഴും റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട്. പലപ്പോഴും ഡിവൈൻ മാസ്കുലിനെ ഫിക്സ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമാണ് ഡിവൈൻ ഫെമിനൈൻസ് ശ്രമിക്കാറ്. എന്നാൽ ആ ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി മാറി തന്നെ ചൂസ് ചെയ്യാനും തൻ്റെ സത്യത്തെ തിരിച്ചറിയാനും അതിനെ ചേർത്ത് പിടിക്കാനും ഡിവൈൻ ഫെമിനൈൻസ് തയ്യാറാവുന്നത് പലപ്പോഴും എക്സ്റ്റേണൽ ഇവൻറ്റ്സിൽ പലതരത്തിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് നടക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ സോൾ ലെവലിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഡിവൈൻ ഫെമിനൈൻസ് പലപ്പോഴും തൻ്റെ ട്രൂത്തിനെ പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നത്. ഈ ഒരു ഫേസിൽ ഡിവൈൻ ഫെമിനൈൻസ് തൻ്റെ പെയിനിനെ എങ്ങനെയെങ്കിലും തൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തൻ്റെ പഴയ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പീസ് തനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം എന്നും ആണ് ആഗ്രഹിക്കുന്നത്. എക്സ്റ്റേണൽ മാസ്കുലിൽ നിന്ന് തനിക്ക് ഒരിക്കലും ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യാനോ എനിക്ക് സാധിക്കില്ല എന്ന തിരിച്ചറിവും ഡിവൈൻ ഫെമിനൈൻസിന് ഈ ഒരു ഫേസിലുണ്ടാകുന്നു. ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ കൂടെ ഡിവൈൻ മാസ്കുലിൻ തിരിച്ചു വരണമെന്നും യൂണിയനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതിൽ വളരെ വലിയൊരു ഹോപ്പും ഉണ്ടായിരിക്കുന്ന ഒരു ഫേസാണ്. ഇവിടെ ഡിവൈൻ ഫെമിനൈൻസ് തൻ്റെ സ്പിരിച്വൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്തിന് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഡിവൈനായിട്ട് മുന്നിലൊരുക്കി കൊടുക്കും. ഡിവൈൻ ഫെമിനൈൻസിന് ഈ ഒരു സമയത്ത് ആ ഓപ്പർച്യൂണിറ്റീസിനെ കാണാനും അത് യൂസ് ചെയ്യാനും സാധിക്കും. എനർജറ്റിക്കലി ഒരു ഫസ്റ്റ് ലെവൽ വിഡ്രോവൽ ഇവിടെ നടക്കുന്ന സമയത്ത് അത് ഡിവൈൻ മാസ്കുലിൻസിനെ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഡിവൈൻ ഫെമിനൈൻസിൻ്റെ എനർജി ലാക്കിങ് ഈ ഒരു സമയത്ത് ഡിവൈൻ മാസ്കുലിന് മനസ്സിലാകാൻ തുടങ്ങും. എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്നുള്ളതും എന്തോ ഒരു തരത്തിലുള്ള ഒരു മാറ്റം ഡിവൈൻ ഫെമിനൈൻസിന് വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിവ് ഡിവൈൻ മാസ്കുലിന് ഈ ഒരു സമയത്ത് വരും. ഈ ഒരു സമയത്താണ് സെക്കൻഡ് ഫേസ് ഓഫ് എനർജൈസർ ഡൈനാമിക്സ് തുടങ്ങുന്നത്. അതായത് ജേർണി സെപ്പറേഷൻ തുടങ്ങുന്നത് മുതൽ ഈ ഒരു ഫേസ് എത്തുന്നത് വരെ ഡിവൈൻ ഫെമിനൈൻസ് ആയിരിക്കും ഡിവൈൻ മാസ്കുലിനെ ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഈ ജേർണിയെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ ഒരു ഫേസിലെത്തുന്ന ഡിവൈൻ ഫെമിനൈൻസിനെ ഡിവൈൻ മാസ്കുലിൻസ് ചേസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഈ ഒരു എനർജി ലാക്കിങ് വളരെ വലിയ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഡിവൈൻ ഫെമിനൈൻസ് എത്രത്തോളം തൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു അത്രത്തോളം ഡിവൈൻ മാസ്കുലിൻ അട്രാക്റ്റഡ് ആകും. എന്നാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനോ അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിൽ ഒരു സ്റ്റെബിലിറ്റി തരാനോ ഒരു ആക്ഷൻ എടുക്കാനോ ഡിവൈൻ മാസ്കുലിൻ ഈ ഒരു സമയത്ത് റെഡി ആയിട്ടുണ്ടായിരിക്കില്ല. കാരണം ഈ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവയർനെസ്സിലേക്കോ ഡിവൈൻ മാസ്കുലിൻ എത്തിയിട്ടില്ല. എന്നാൽ ഡിവൈൻ ഫെമിനൈൻസ് ആണെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ഓരോ ഇന്നർ വോൺസിനെയും ഓരോ അൺഹീൽഡ് പാർട്സിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് വരുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് ഡിവൈൻ മാസ്കുലിന് ഡിവൈൻ ഫെമിനൈൻസിനെ മിസ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു മിസ്സിങ് എനർജി പിക്ക് ചെയ്യാൻ ഡിവൈൻ ഫെമിനൈൻസിന് സാധിക്കും. ജേണിയിൽ ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു ഫേസാണ്, അല്ലെങ്കിൽ ഇന്നർ യൂണിയന് വേണ്ടിയുള്ളൊരു
പ്രിപ്പറേഷനാണ്. ഈ സമയത്ത് വളരെ കൺസിസ്റ്റൻറ്റും സ്റ്റേബിളുമായിട്ട് ഡിവൈൻ ഫെമിനൈൻസ് ഇന്നർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യും. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇന്നർ വർക്ക്സ് ആയിരിക്കും മെൻ്റലി ആൻഡ് ഇമോഷണലി ആൻഡ് ഫിസിക്കലി ഡിവൈൻ ഫെമിനൈൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഡിവൈൻ മാസ്കുലിൻ്റെ ബിഹേവിയറിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു സെപ്പറേഷൻ ഫേസിൽ ഡിവൈൻ മാസ്കുലിൻ എങ്ങനെയാണോ പെരുമാറിയത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ഫേസിൽ പെരുമാറാൻ തുടങ്ങും. അതായത് ഒരു ഡ്രാസ്റ്റിക്കായുള്ള ചേഞ്ച് അല്ല ഇവിടെ വരുന്നത്. പതിയെ പതിയെ ഒരു ചേഞ്ച് ഡിവൈൻ മാസ്കുലിൽ വന്നു തുടങ്ങും. നമ്മളെ ബ്ലോക്ക് ചെയ്തിരുന്ന ഡിവൈൻ മാസ്കുലിൻ നമ്മളെ വിളിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മളോട് വളരെ റൂഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈൻ മാസ്കുലിൻ നല്ല സോഫ്റ്റായിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്യും. ലവ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ, അതായത് ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ നമുക്ക് കിട്ടുന്ന പോലെ ആയിരിക്കും. അതായത് വളരെ നമ്മളെ വേദനിപ്പിച്ചിരുന്നൊരു വ്യക്തി നമ്മളോട് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് പെരുമാറുമ്പോൾ ഡിവൈൻ ഫെമിനൈൻസിന് ഈ ഒരു ജേണിയിലെ യൂണിയൻ നടക്കും, തിരിച്ചു വരും മാസ്കുലിൻ എന്തായാലും എന്നൊരു പ്രതീക്ഷ വളരെ ഇൻറ്റൻസ് ആയിട്ട് പീക്ക് ലെവലിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു ഫേസിൽ നമ്മളൊരു പ്യൂരിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്, നമ്മളെ ഇന്നർ യൂണിയന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മിഷൻ എന്ന് പറയുന്നത് ഡിവൈൻ ഫെമിനൈൻസ് എത്രത്തോളം തൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു അത്രത്തോളം ഡിവൈൻ മാസ്കുലിന് ഓരോ തരത്തിലുള്ള റിയലൈസേഷൻ വരും. ഡിവൈൻ മാസ്കുലിൻ്റെ 3D ലൈഫിൽ ഡിവൈൻ മാസ്കുലിൻ ആ സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിരിക്കും. ഒരുപാട് കാലങ്ങളായിട്ട് എന്തെങ്കിലും കരിയർ ബ്ലോക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഡിവൈൻ മാസ്കുലിൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മാറി ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിളായി അല്ലെങ്കിൽ കുറച്ചും കൂടെ 3D മെട്രിക്സിൽ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറുന്നൊരു സമയമാണ്. താൻ ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള കരിയർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ടായിട്ടും ഒരു വോയിഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഡിവൈൻ മാസ്കുലിന് തോന്നി തുടങ്ങും. ഒന്നും ഡിവൈൻ മാസ്കുലിനെ സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു പോലെ ഡിവൈൻ മാസ്കുലിന് ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഫേസാണ്. അതായത് ജോലിയിൽ പലതരത്തിലുള്ള കാർമിക് സിറ്റുവേഷൻസ് തുടങ്ങാം. ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ട്രിഗേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങുക. അത് ഡിവൈൻ മാസ്കുലിനെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാത്ത തരത്തിലേക്ക് മാറുന്ന ഒരു പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഇവിടെ ഡിവൈൻ മാസ്കുലിൻ മനസ്സിലാക്കാൻ തുടങ്ങും ഡിവൈൻ ഫെമിനൈൻസിൻ്റെ എനർജിയിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്നും അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട് എന്തോ പ്രത്യേകത ഉള്ളതാണെന്നും എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ബോണ്ടിനെ എന്നും എന്തോ ഒരു ഹോം ഫീലിംഗ് ഇവിടെ ഉണ്ട് തുടങ്ങിയ ചിന്തകളിലേക്കൊക്കെ ഡിവൈൻ മാസ്കുലിൻ എത്തും. എന്നാൽ ഡിവൈൻ മാസ്കുലിൻ ഒരിക്കലും അത് കംഫർട്ടബിൾ ആയിരിക്കില്ല. ആ ഒരു തോട്ടിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിരിക്കില്ല. അതിനാൽ തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെയൊന്നുമില്ല, എൻ്റെ തോന്നലായിരിക്കാം ഇതെല്ലാം എന്ന് പറഞ്ഞ് തോട്ടിലേക്ക് അതിനെ അല്ലെങ്കിൽ ലോജിക്കലി അത് ചിന്തിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഡിവൈൻ മാസ്കുലിൻ എത്രത്തോളം സെപ്പറേറ്റ് ചെയ്യുന്നു, പക്ഷേ ട്രൂത്ത് എന്ന് പറയുന്നത് അത്രത്തോളം ലൗഡായിരിക്കും. ഡിവൈൻ മാസ്കുലിൻ്റെ ജീവിതത്തിൽ എക്സ്റ്റേണൽ ഇവൻറ്റ് ഡിവൈൻ പ്ലാൻ ചെയ്ത് പലതരത്തിലുള്ള കാർമിക് സിറ്റുവേഷൻസും ഡിവൈൻ ഫേസ് ചെയ്യാൻ തുടങ്ങും. ഡിവൈൻ ഫെമിനൈൻസിൻ്റെ വാല്യൂ കുറഞ്ഞ രീതിയിൽ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയമാണ്. ഈ ഒരു സ്റ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് പറയുകയാണെങ്കിൽ ഡീപ്പായിട്ട് ഇന്നർ വർക്ക് ഡിവൈൻ ഫെമിനൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ്. അതിനനുസരിച്ചുള്ള ചേഞ്ച് ഡിവൈൻ മാസ്കുലിനിൽ കണ്ടു തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ഇൻറ്റൻസ് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ, വോം ഹീലിംഗ് തുടങ്ങിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹീലിംഗ് എല്ലാം നടക്കുന്ന ഒരു സമയമാണ്. ഡിവൈൻ മാസ്കുലിൻ്റെ കർമ്മ റിസീവ് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. ഡിവൈൻ മാസ്കുലിൻ ഈ ഒരു ബോണ്ടിനെ മനസ്സിലാക്കി തുടങ്ങുന്നൊരു ഫേസാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ സ്റ്റേജ് ബിഫോർ ഇന്നർ യൂണിയൻ എന്ന് പറയുന്ന ഒരു ഫേസ്. ഒരു ഡിവൈൻ ഫെമിനൈൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം ഒരു ഡിവൈൻ ഫെമിനൈൻസിന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നു, തൻ്റെ ഉള്ളിലുള്ള വൂൺസിനെയും അൺഹീൽഡ് പാർട്സിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കുന്നു, അത്രത്തോളം ചേഞ്ച് ഡിവൈൻ മാസ്കുലിനിൽ കാണാൻ സാധിക്കും. ഡിവൈൻ മാസ്കുലിൻ്റെ പുറകെ ചേസ് ചെയ്ത് അവരെ കൺട്രോൾ ചെയ്ത് ഫിക്സ് ചെയ്യാൻ നടക്കും തോറും നമ്മൾ ഈ ഒരു ജേണിയെ ഡിലേ ചെയ്യാണ്. എത്രത്തോളം നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുമോ അത്രത്തോളം മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ ചൂസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഒരു ഡിവൈൻ ഫെമിനൈൻസിന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ജേണിയിൽ ഡിവൈൻ മാസ്കുലിനെ ചേസ് ചെയ്യുന്നതും ഈ ജേണിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ഡിവൈൻ മാസ്കുലിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്ന ചിന്തയും തുടങ്ങിയ പല കാര്യങ്ങളും, നമ്മൾ കരയുന്നതാണെങ്കിലും വേദനിക്കുന്നതാണെങ്കിലും നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്നതാണെങ്കിലും ഒക്കെ ഈ ഒരു ജേണിയുടെ പാർട്ടാണ്, നമ്മളുടെ ഹീലിങ്ങിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ നമ്മളെപ്പോഴും നമ്മളെ ചൂസ് ചെയ്യാനും നമ്മളെ ഹീൽ ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും ശ്രമിക്കുക. സ്റ്റേജ് ബിഫോർ ഇന്നർ യൂണിയൻ എന്ന് പറയുന്ന ഈ ഒരു ഫേസിനെ കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത്
ഇന്നർ യൂണിയൻ സംഭവിക്കുന്ന ഒരു ഫേസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.